ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടായ പ്രവർത്തനം ഏറ്റെടുക്കാം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിനും പ്രതിപക്ഷത്തിന്റെ പിന്തുണയെന്ന് പ്രതിപക്ഷം ഇന്ന് സഭയിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ നാടിപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ എന്ന് മുഖ്യമന്ത്രിക്ക് ഇന്ന് നിങ്ങളോട് ചോദിക്കേണ്ടി വന്നു. ഇപ്പോൾ ഈ നാട് നേരിടുന്ന പ്രശ്നം എന്താണ് എന്ന് പ്രതിപക്ഷത്തിന് വ്യക്തതയില്ലേ? ഇപ്പോൾ ഈ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാട്ടിലൊരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയാതെ 9 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ നാട് നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളെയാണല്ലോ മച്ചമ്പി. ഞാൻ എൻ്റെ സഹപാനലിസ്റ്റായ CPM-ന്റെ നേതാവിനെ അഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അദ്ദേഹം കേരളത്തിലെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താമരശ്ശേരിയിലും വെഞ്ഞാറമൂട്ടിലുമൊക്കെ ഉണ്ടായ കേസുകളെ പറ്റി ശ്രീമതി ഷാനി ചോദിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് ആന്ധ്രാപ്രദേശിനെയും പശ്ചിമ ബംഗാളിനെയും അതുപോലെ തന്നെ ഒറീസയും ഒക്കെ മാത്രമാണ് ഉദാഹരിക്കുന്നത്. നീ എന്താടോ ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തേക്കാൾ എത്രയോ മെച്ചമാണ്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ ഈ പ്രശ്നങ്ങളെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ടെക്സാസിലെയും കാലിഫോർണിയയിലെയും ഫ്ലോറിഡയിലെയും ഒക്കെ കണക്ക് വെച്ചിട്ടാണ് കേരളവും വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മളും അമേരിക്കയും തമ്മിലൊരു ഡയറക്റ്റ് ഫൈറ്റാണ്, ഇഞ്ചോട് ഇഞ്ച് ഫൈറ്റിൽ ഏത് നിമിഷവും നമ്മൾ അമേരിക്കയെ പരാജയപ്പെടുത്തുമെന്ന തരത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അതിനേക്കാൾ മെച്ചമായിരുന്നു അദ്ദേഹത്തിൻ്റെ താരതമ്യം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു ഫോൾസ് ഈഗോയിലാണ്. ഈ നാട്ടിലൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അയ്യോ ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നേ എന്ന ഒരു നിലവിളി വിളിച്ചിട്ട് പിന്നെ അതിനെ കുറെ കണക്കുകളും താരതമ്യ പഠനങ്ങളും ഒക്കെ വെച്ചിട്ട് വ്യാജമായ ഒരു നിർമ്മിതിയിൽ ഇങ്ങനെ കയറിയിരുന്ന് അഭിനമിക്കുകയാണ് കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ അരുൺകുമാറിന്റെ ആദ്യ പാദത്തിലെ ശ്രമങ്ങൾ അത്രയും എന്തായിരുന്നു? ഇവിടുത്തെ നമ്പർ ഓഫ് കേസസ് വളരെ കൂടുതലാണ്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ശ്രീമതി ഷാനി, ഈ നമ്പർ ഓഫ് കേസസ് കൂടുന്നു. ഞാനതിൻ്റെ ആ കണക്കിനെ ദുർബലപ്പെടുത്തി കേരളത്തിലെ എക്സൈസ് സേനയുടെ മനോവീര്യത്തെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ പിന്നെയും ഈ കണക്കിൽ മാത്രം അഭിരമിക്കുമ്പോൾ ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ശ്രീ അരുൺകുമാർ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. ഏത് കേസാണ് രജിസ്റ്റർ ചെയ്യുന്നത്? വളരെ തുച്ഛമായ ക്വാണ്ടിറ്റിയിൽ, നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ഫൈൻ അടിക്കേണ്ട കേസുകളാണ് കേരളത്തിൽ കൂടുതലായും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ആ കേസ് വെച്ചിട്ടാണ് ഇവർ ഈ നാട്ടിൽ ഞങ്ങളിതാ ലഹരിക്കെതിരായിട്ട് പോരാട്ടം നടത്തുന്നത് എന്ന് പറയുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. ഈ ഇത്തരം ഡ്രഗ്സിൽ ഏറ്റവും വീര്യം കുറഞ്ഞ കാര്യങ്ങളിലൊന്നാണ് ഈ കഞ്ചാവ്. ആ കഞ്ചാവിന്റെ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഫൈൻ അടച്ചാൽ തീരുന്ന കേസുകൾ, ആ കേസുകളുടെ നമ്പർ വെച്ചിട്ട് എന്താ കാര്യം? കേരളത്തിൽ സിന്തറ്റിക് ഡ്രഗ്സും ഡിസൈൻഡ് ഡ്രഗ്സും സെൽഫ് ഡിസൈൻഡ് ഡ്രഗ്സുമായി മാരകമായ കെമിക്കൽ ഡ്രഗ്സിന്റെ അമിതമായ ഉപയോഗം ഉണ്ടാകുമ്പോൾ, ഉപഭോഗം ഉണ്ടാകുമ്പോൾ, അതിന്റെ പേരിൽ ക്രൈം ഉണ്ടാകുമ്പോൾ അമ്മ ഏതാണ്, പെങ്ങൾ ഏതാണ്, അനുജൻ ഏതാണ്, കാമുകി ഏതാണ് എന്ന് തിരിച്ചറിയാതെ അവരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ സഹപാഠി ഏതാണ്, കൂട്ടുകാരൻ ഏതാണെന്ന് തിരിച്ചറിയാതെ നഞ്ചക്ക് വെച്ച് മസ്തിഷ്കം കലക്കുമ്പോൾ ആ മസ്തിഷ്കം കലക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഈ കഞ്ചാവ് കേസിനെ പറ്റി പറഞ്ഞിട്ട് എന്താ ശ്രീ അരുൺകുമാറെ കാര്യമുള്ളത്? 100% ഞാൻ യോജിക്കുന്നു. ഇനിയും അങ്ങയുടെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ പറയാം. ഇപ്പൊ കേരളത്തിനകത്ത് ഇതിനെല്ലാം നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും ബാധ്യതയുള്ള ഫോഴ്സ് ഏതാണ്? എക്സൈസ് അല്ലേ? കറക്റ്റാണല്ലേ? ഇപ്പൊ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിന് ചെയ്യാൻ വേറെ 100 ജോലികളുണ്ട്. അവർക്ക് ലോ ആൻഡ് ഓർഡറിലെ അവരുടെ ഒരു സെഗ്മെന്റ് മാത്രമാണ് ഈ ഡ്രഗ് വേട്ട എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എക്സൈസ് ആണ്. ഈ എക്സൈസുകാരുടെ നിങ്ങൾ നിയമനം നടത്തുന്നുണ്ടോ എക്സൈസിൽ? ഞാൻ എൻ്റെ പാലക്കാട് ജില്ലയെ പറ്റി ഒരു ഉദാഹരണം പറയാം. പാലക്കാട് ജില്ലയിൽ 7 പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റുകളാണുള്ളത്. ഇതുപോലുള്ള NDPS കേസുകൾ ചാർജ് ചെയ്യേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ എക്സൈസ് ഇൻസ്പെക്ടറാണ്. ഈ പാലക്കാട് ജില്ലയിലെ 9 ചെക്ക് പോസ്റ്റുകളിൽ 7 ചെക്ക് പോസ്റ്റിലും എക്സൈസ് ഇൻസ്പെക്ടർ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. നിയമനമില്ല. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ. നിങ്ങൾ ആവശ്യമായിട്ടുള്ള ഫോഴ്സിലേക്ക് ആളുകളെ നിയമിക്കുക പോലും ചെയ്യാതെ, അവരെ എക്യുപ്പ് ചെയ്യുക പോലും ചെയ്യാതെ നിങ്ങൾ ആരോടാണ് ഫൈറ്റ് പ്രഖ്യാപിക്കേണ്ടത്? ഈ പിടിക്കുന്നതൊക്കെ ആരെയാണ് ശ്രീമതി ഷാനി? 3 ഗ്രാമം 5 ഗ്രാമം 10 ഗ്രാമമായിട്ട് നടക്കുന്ന ആളുകളെയാ. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ സർക്കാരിന്റെ സേവനം കൊണ്ട്, ഈ സർക്കാരിന് എന്നോടുള്ള സ്നേഹം കൊണ്ട് 4 തവണ ജയിലിൽ കിടന്ന ആളാണ്. ഈ 4 തവണ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എനിക്ക് വലിയ നിരാശ തോന്നിയത് എന്നോടൊപ്പം മുറി പങ്കിട്ട മഹാഭൂരിപക്ഷം കൊച്ചു പിള്ളേരാണ്. ഈ പിള്ളേരുടെയൊക്കെ പ്രായം എടുക്കുമ്പോൾ 22, 23 വയസ്സുള്ള കുട്ടികൾ. ഇവർ ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഈ ഡ്രഗ്സിന്റെ കടത്താണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇവർ ഏതാണ്? ഇവർ 5 ഗ്രാമും 10 ഗ്രാമുമായിട്ട് പിടിക്കപ്പെട്ട ആളുകളാണ് കിടക്കുന്നത്. ഇവരെ ഒരു 3-4 വർഷം കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും. ഇവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കും, അല്ല നിങ്ങൾക്ക് ഇതിനകത്തൊരു കുറ്റബോധമൊക്കെ ഉണ്ടോ? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ ചെയ്യുന്നത്? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പിന്നെ ഇത് തന്നെ ചെയ്യും എന്ന് പറയുന്ന റിഗ്രറ്റ് ഇല്ലായ്മയാണ് ഈ സർക്കാർ പിടിച്ചുകൊണ്ട് ജയിലിട്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ. ഈ 4
ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവും. 1 ഗ്രാമും 5 ഗ്രാമും 10 ഗ്രാമും ഇനി പോട്ടെ 1 കിലോ ആണെന്ന് കുട്ടിക്കോ, ആ കിലോ കണക്കിനുള്ള സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ മെയിൻ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഞാൻ ഈ ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ, ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അതൊരു വലിയ മാഫിയാണ്. ആ മാഫിയെ, അത്യാധുനികമായ ആയുധങ്ങളുമായി എക്വിപ്ഡ് ആയിട്ടുള്ള ആ മാഫിയെ അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. നേരിടാനായിട്ട് കേരളത്തിന്, അതായത് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള, ഏറ്റവും സൂപ്പർസോണിക് ആയിട്ടുള്ള തോക്കുകൾ വരെ കൈവശം വെച്ചിരിക്കുന്ന ആ മാഫിയെ നേരിടാനായിട്ട് പോകുന്ന കേരളത്തിൽ എക്സൈസ് ഫോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്താണ്? മറ്റേ ഈറ്റ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ലാത്തി, അല്ലെ, മുള വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ലാത്തി. അങ്ങനെയല്ല, ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഈ സമരത്തിലൊക്കെ മുഖ്യമന്ത്രി ലാത്തി പറയുന്നുണ്ടായിരുന്നു ഏതൊക്കെ റാങ്കിന് മുകളിലേക്ക് കൃത്യമായ ആയുധങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ലഹരി വ്യാപനവും ശ്രീമതി ഷാനി, what is the result? What is the net അതാണ് result? ചോദ്യം. തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ആ റിസൾട്ടിനെ കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് പ്രതിപക്ഷത്തിന് വ്യക്തത ഉണ്ടായില്ലേ? നിങ്ങൾ ആക്ഷൻ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു. മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകിയോ രാഹുൽ? ഇയാളെ കൊണ്ട് ഒന്നും കൂട്ടിയാൽ കൂടും തോന്നണില്ല. സത്യത്തിൽ ശ്രീമതി ഷാനി പരിഹസിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സത്യത്തിൽ കേരളത്തിൽ ഈ ലഹരി മുക്തിക്ക് ഏറ്റവും നന്നായിട്ട് നടത്താൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലഹരി ഉപയോഗിക്കാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ ഏതാണ്ട് ഒരു 10-45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ ബോറം പ്രസംഗം കേൾപ്പിക്കലായിരുന്നു ഏറ്റവും ആവശ്യമായിട്ടുണ്ടായിരുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ, ലഹരിയെ പറ്റി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിങ്ങനെ വിരസമായ ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അത് കേട്ടിട്ടെങ്കിലും ആ കുട്ടികൾ ഇതൊക്കെ നിർത്തി പോകാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലായിട്ടുണ്ട്. അതല്ല അതൊരു മെച്ചവും ഞാൻ ആ പ്രസംഗത്തിനകത്ത് കണ്ടിട്ടില്ല. ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എഴുന്നേറ്റ് എന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാതെ, നിങ്ങൾ പല ശ്ലോകങ്ങളും കവിതകളും ഒക്കെ ചൊല്ലാതെ ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ പറഞ്ഞു വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ? നിങ്ങൾ പറയൂ, നിങ്ങളെടുത്ത ആക്ഷൻ പ്ലാൻ എന്താണ്, ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പതിവ് രീതിയിൽ ഹ ഹ ഹ എന്നൊരു മറുപടിയിലൂടെ പിന്നെയും അദ്ദേഹത്തിന്റെ എഴുതി തയ്യാറാക്കിയ പ്രസംഗം നീണ്ടുപോയി എന്നല്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? കേരളത്തിൽ ഇവർ കൊടുക്കുന്ന പൊളിറ്റിക്കൽ പാട്രണേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ അമിതമായ ലഹരിയുടെ ഉപഭോഗമുള്ള ഒരു സംഘം നരാധമന്മാർ 3 ദിവസക്കാലം ക്രൂരമായി ആക്രമിച്ച് ആദ്യം മൃതപ്രായനാക്കിയതിനു ശേഷം കൊന്നു. ഈ പാപത്തിന് താനൊക്കെ കുരിശി കിടന്നാ പോലും മാപ്പ് കിട്ടില്ല. ജലപാനം കൊടുക്കാതെ ആ ചെറുപ്പക്കാരനെ കൊന്നു. ആ കേസിനകത്ത് ഈ സർക്കാർ ചെയ്ത ഇമ്മ്യൂണിറ്റി എന്താണ്? ആ കുടുംബത്തിന്, ഞാനടക്കമുള്ള ആളുകൾ അതിന്റെ നിരാഹാര സമരം ഇരിക്കേണ്ടി വന്നു. എന്തിനു വേണ്ടിയിട്ടാ? CBI എൻക്വയറി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്. ഈ ആ കുടുംബം പറയുകയാണ് ഞങ്ങൾക്ക് കൺസേൺ ഉണ്ട്, ഞങ്ങൾക്ക് CBI എൻക്വയറി വേണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാരിന് ബ്ലാങ്ക് ഹാൻഡഡ് ആയിട്ട് തന്നെ CBI എൻക്വയറി പ്രഖ്യാപിക്കാൻ ഇത്ര മടി? എന്തുകൊണ്ടാണ് അതിന്റെ പ്രതികളായിട്ടുള്ള SFI പ്രവർത്തകർക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പാട്രണേജ് കൊടുക്കണമെന്ന് ഇവർ നിർബന്ധം പിടിക്കുന്നത്? ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. കോട്ടയത്തെ കേസ് ആരാ ഉത്തരവാദികൾ? SFI-ക്കാര്. ഇനി നിങ്ങൾ ഈ കേരളത്തിൽ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത്തരം ക്രിമിനൽസിന്, ആ ക്രിമിനൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുലദൈവം എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനാണ്. ഇവൻ തന്നെയാ പ്രശ്നം. ഇരിക്കുന്നവരെ മുടിയും. അദ്ദേഹമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് കേരള പോലീസ് കൊലപാതക ശ്രമത്തിന് കേസെടുത്ത ഒരു സംഘം ചെറുപ്പക്കാരെ തലയ്ക്ക് ഹെൽമറ്റ് വെച്ചും ചെടിച്ചട്ടി വെച്ചും അടിച്ച് കൊലപ്പെടുത്തുവാൻ നടത്തിയ ശ്രമത്തെ ഇത് ജീവൻ രക്ഷാ ശ്രമമാണ് എന്ന് പറഞ്ഞ് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ആ കൊലപാതക ശ്രമത്തെ ഗ്ലോറിഫൈ ചെയ്ത, അതിനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ പാട്രണേജ് കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ കാണുന്ന കൊച്ചു ക്രിമിനലുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനമായി, ഇൻസ്പിറേഷനായി കേരളത്തിൽ നിൽക്കുന്നത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇന്നത്തെ ഈ താമരശ്ശേരിയിലെ കേസിനകത്തെ പ്രതികളിൽ ഒരാൾ, ആ ആളുടെ പിതാവ് TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ, പിന്നെ നാണക്കെടുത്തി, പ്രതിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ആ കുട്ടി കണ്ടു വളരുന്നത് എന്താണ്? TP ചന്ദ്രശേഖരൻ കേസ് പോലെ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു പൊളിറ്റിക്കൽ മർഡർ, അങ്ങനെ ചർച്ച ചെയ്ത സെൻസേഷണൽ സെൻസിറ്റീവ് കേസായ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പോലും പ്രതികൾക്ക് ആയിരക്കണക്കിന് അധികം ദിവസം കിട്ടിയ പരോൾ ജീവിതം, ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു, അവർക്ക് ജയിലിനകത്ത് കിട്ടിയ സുഖ സൗകര്യങ്ങൾ, അവർക്ക് ജയിലിനകത്ത് കിട്ടിയ പ്രോത്സാഹിപ്പിക്കുന്നത്. ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം.